ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുക്കറിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചൊരു മുട്ടക്കറി വെക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്, അരമുറി തക്കാളി, ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു അര പച്ചമുളകും ഇട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് എരിക്കായിട്ട് കുരുമുളകിൻ്റെ ഫ്ലേവർ ഇച്ചിരി കൂടി നിൽക്കട്ടെന്ന് വിചാരിച്ച് മുളകും പച്ചമുളകും ഒക്കെ, മുളക് പൊടിയും പച്ചമുളകൊക്കെ ഒന്ന് കുറച്ച് അങ്ങനെ കടുകും പെരിഞ്ചീരകമൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ച് സവാളയൊക്കെ ഇട്ട് അതൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ. ഇനി കുറച്ച് തക്കാളി, അരമുറി തക്കാളിയുള്ള ഇത് അതുകൂടെ ഒന്ന് ചേർത്ത് അതുകൂടെ ഒന്ന് വാടി വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാതെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേ. ഇനി ഇതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ചൂട് വെള്ളത്തിൽ ഇതൊന്ന് വേവിച്ച് ഒരു വിസിൽ കയറ്റി ഒന്ന് എടുക്കാവേ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരും കേട്ടോ. എന്നിട്ട് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതൊന്നുകൂടെ ഒരു ഒറ്റ വിസിൽ മതി, അല്ലെങ്കിൽ 2 വിസിൽ. ഒറ്റ വിസിൽ നമ്മുടെ മുട്ട വേവും, അത് മതിയാവും. അങ്ങനെ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പച്ചവെള്ളത്തിൻ്റെ ഒരു ചുവ വരുവേ. അങ്ങനെ കുറച്ച് മുങ്ങി നിൽക്കുന്നതാണ് ഒഴിക്കണേ, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അടിക്ക് തീ കയറും. എനിക്ക് എപ്പോഴും അബദ്ധം പറ്റുന്ന ഏതാ കേട്ടോ, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് തീ അടിക്ക് കയറുവേ. അങ്ങനെ ആദ്യം താവി കളഞ്ഞ് ഇനി ഒന്ന് ഇളക്കി ആ 2 മുട്ടയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒരു വിസിൽ കേൾപ്പിച്ചെടുത്ത് കേട്ടോ. അങ്ങനെ നമ്മുടെ കറി റെഡിയായേ. നല്ല കറിയാണ്, ഡ്രൈ ആയിട്ടാണ് കേട്ടോ വന്നത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലതാണ്. എല്ലാവരും ചെയ്യുന്നതാണ്, എന്നാലും ഒന്ന് ചെയ്ത് നോക്കൂ.